ഷാഹദ്, ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് പുകയുയരുന്നത്. ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ന്യൂ ബ്ലോക്കിലെ 9ാമത്തെ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. തീപിടുത്തത്തെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഇത് രാവിലെ സമയമാണ്, OP സമയം കൂടിയാണ്. കൂടെ അധികം രോഗികളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. നിലവിൽ ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ തീപിടുത്തം സംഭവിച്ചിട്ടുള്ളത്. ഷഹദ് കിതയ്ക്കുന്നുണ്ട്. ഷഹദ് ഒരു അല്പസമയം ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഒന്ന് വിശ്രമിക്കുക. എന്തായാലും ചില്ല് ഗ്ലാസുകളൊക്കെ ആണെന്ന് തോന്നുന്നു. ചില്ലുകൾ പൊട്ടിയ നിലയിലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആശുപത്രിയുടെ ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ മുകൾ ഭാഗത്തു നിന്ന് പുക ഉയരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു തീ ഒരു പരിധിവരെയൊക്കെ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വലിയ പുകപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരാതിരിക്കുന്നത്. മാത്രമല്ല 2 ഫയർ യൂണിറ്റാണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നതെന്നാണ് ഷാഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 9ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തീ അടയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എത്രത്തോളം രോഗികൾ ഈ ആശുപത്രിയിൽ ഉണ്ട്, ഔട്ട് പേഷ്യന്റ് എത്രയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിവരം ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഷാഹദ് റഹ്മാൻ തയ്യാറാണെന്ന് തോന്നുന്നു. ഷാഹദ്, കേൾക്കാമോ? എത്ര ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്? മറ്റു വിവരങ്ങൾ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? നിലവിൽ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് ബേബി മെമ്മോറിയലിന്റെ പുതിയ ബ്ലോക്കിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അതായത് 9ാമത്തെ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും താൽക്കാലികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ അവരുടെ സാധന സാമഗ്രികളുമായി ഇപ്പോൾ പോകുന്നു. ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റിന്റെ പ്രതികരണം വരുന്നുണ്ട്. എല്ലാം താഴെയാണ്. ഈ ബ്ലോക്കിലുണ്ട്, പഴയ ബ്ലോക്കിലുണ്ട്. എത്ര മണിയോടുകൂടി സാർ ശരിക്കും അറിയത്തില്ല ഇപ്പൊ സംഭവിക്കും. ഇപ്പൊ പ്രാഥമികമായിട്ട് എന്താ മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും അറിയില്ല, അതൊക്കെ നടക്കുന്നേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെയൊക്കെ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്ന് സംബന്ധിച്ചും നിലവിൽ ഇപ്പോൾ വ്യക്തമല്ല. കാരണം അല്പസമയം മുൻപാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഫയർ യൂണിറ്റ് സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി എന്ന് പറയുന്നത് കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടേക്ക് ഈ ഫയർ യൂണിറ്റുകൾക്കും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾക്കും എത്താൻ കുറെ കൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഇടത്താണ് ഇത് ഉള്ളത് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ OP സമയമാണ്. ഒപ്പം തന്നെ വലിയ തിരക്കുള്ള കോഴിക്കോട് നഗരത്തിലെ വലിയ തിരക്കുള്ള ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ഒരു ആശങ്ക ജനിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ തീ ഉയരുന്ന, അതായത് വലിയ രീതിയിൽ പുക ഉയരുന്ന ഇടങ്ങളിലേക്കൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായും മറ്റും ആശുപത്രി ജീവനക്കാരും ഒപ്പം തന്നെ ഫയർ യൂണിറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിന്ന് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം പരമാവധി അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ അവിടെ വെള്ളം ഉപയോഗിച്ച്, അതായത് വെള്ളം അടിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ എക്സ്ട്രാ ഒരു ഫയർ യൂണിറ്റ് കൂടി, അതായത് കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ 5 യൂണിറ്റ് ഫയർ യൂണിറ്റുകളാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയം മുൻപായിരുന്നു ഈ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏകദേശം അരമണിക്കൂർ തികയുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലുള്ള, അതായത് ബേബി മെമ്മോറിയൽ ആശുപത്രിയെ സംബന്ധിച്ച് ഇത് 2 ബ്ലോക്കുകളായിട്ടാണുള്ളത്. അത് പുതിയ ബ്ലോക്കും പഴയ ബ്ലോക്കും. ഇതിൽ പഴയ ബ്ലോക്ക് എന്ന് പറയുന്നത് അരിയടുത്ത് പാലത്തിന് എതിർവശത്തായിട്ട് അല്ലെങ്കിൽ അരിയടുത്ത് പാലത്തിനോട് ചേർന്ന് അതിൻ്റെ അടിയിലേക്ക് ആയ രീതിയിലാണ് നിലവിലുള്ളത്. മറ്റൊരു പുതിയ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ സരോവരം ബയോ പാർക്കിനോട് ചേർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റോഡ് അല്ലെങ്കിൽ ആ ഭാഗത്തോടൊക്കെ ചേർന്നുകൊണ്ട് നിൽക്കുന്നതാണ്. ആ ഭാഗത്തെ പുതിയ ബ്ലോക്കിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9ാമത്തെ നിലയിൽ എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മാത്രവുമല്ല
രോഗികൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടുന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റു വാർഡുകളിലൊക്കെ തന്നെ, കാരണം കൂടുതൽ ഈ അഡ്മിറ്റായി ഇവിടെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളുകൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളാണ് ഈ പുതിയ ബ്ലോക്കിലൊക്കെ തന്നെ ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ച് അഡ്മിറ്റായി പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾ. അത്തരമുള്ള ആളുകളെയൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ പുതിയ സംവിധാനം ഏർപ്പെടുത്തി അവിടേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്ന പ്രതികരണം എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നഗര മധ്യത്തിൽ തന്നെ ആയതുകൊണ്ട് ഫയർ യൂണിറ്റുകൾ എത്തുന്നതിൽ കാലതാമസം വന്നിട്ടില്ല. ഫയർ യൂണിറ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇവരുടെ താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു നടപടി ആശുപത്രിയുടെ ഭാഗത്തുനിന്നും കൃത്യസമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഫയർ യൂണിറ്റും കൃത്യസമയത്ത് എത്തിച്ചേർന്നതും വലിയ അപകടങ്ങളിലേക്ക് പോകാതെ കാര്യങ്ങളെ കുറെ കൂടി സുഖപ്രദമാക്കുന്ന രീതിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതും എന്തായാലും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നിലവിലിപ്പോൾ 5 ഫയർ യൂണിറ്റുകളാണ് ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ മുകളിലത്തെ നിലയിൽ, സംഭവം നടന്ന മുകളിലത്തെ നിലയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നും വെള്ളം ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് ഈ ഫയർ യൂണിറ്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചും തീ അണയ്ക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുക മാത്രമാണ് ഉയരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അതിന്റെ മുകളിലേക്ക് ഫയർ ഓഫീസേഴ്സും ഒപ്പം തന്നെ ആശുപത്രിയിലെ ജീവനക്കാരും, ഇവിടെയുള്ള ഇത്തരം മേഖലകളിൽ ജോലി ചെയ്ത് പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളും അതിന്റെ മുകളിലുണ്ട്. അവരുടെ നേതൃത്വത്തിലും ഈ തീ അണയ്ക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമുണ്ട്. തീയായിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നില്ല, മറിച്ച് വലിയ രീതിയിലുള്ള പുകയാണ് ഉയരുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കാൻ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. നമുക്കൊരു പക്ഷേ കുറെ കൂടി കൂടുതൽ ദൃശ്യങ്ങളിലേക്കും ഒപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ആരായുകയും വേണം. കാരണം എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. മാത്രമല്ല ഈ സമയത്ത് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ജീവനക്കാരെയും ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങളെയും ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെയും ഒക്കെ തന്നെ പുറത്തേക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ പുതിയ ഫയർ യൂണിറ്റുകൾ ഈ ആശുപത്രിയുടെ മുൻവശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിപ്പോൾ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസുകൾ എടുക്കുകയാണ്. ആശുപത്രി ജീവനക്കാരുടെ അഡ്വൈസ് എടുക്കുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.